കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വീണ്ടും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഈ നാളുകളായി അതിശക്തമായിരിക്കുന്ന യുദ്ധം അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത സേനയുമായി ഇറാനോടുള്ള ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം വാസ്തവത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള മിക്കവാറും എമിറേറ്റ്സുകളെ ആശങ്കയിൽ അമർത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ള ഗവൺമെൻറ്റുകൾ അവരുടെ ജനങ്ങൾക്കും പ്രവാസി ജനതയ്ക്കും ആവശ്യമായ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. യാതൊരു നിലയിലും പാനിക്കാകേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയുള്ള വാർത്തകൾ നിരന്തരമായി നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യുദ്ധങ്ങൾ ചരിത്രത്തിലുണ്ടാകുന്ന സമയത്തൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള വചനഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, എങ്കിലും അത് അവസാനമല്ല എന്ന് കർത്താവ് പറഞ്ഞ വചനം ഉദ്ധരിച്ചുകൊണ്ട് അനേക പ്രശസ്തരായ ദൈവദാസന്മാർ അന്ത്യകാല സന്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് കേട്ടിട്ടുള്ള തലമുറയാണ് ഞാനും നിങ്ങളും. എവിടെയെങ്കിലും പ്രത്യേകിച്ച് മധ്യ പൂർവ്വദേശത്തിൽ യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും നിലയിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ കർത്താവായ യേശു ആകാശ മേഘങ്ങൾ വരുവാൻ പോകുന്നു, ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള സന്ദേശം പല സഭാവിഭാഗങ്ങളിലും പെട്ട, പ്രത്യേകിച്ച് വേർപെട്ട സഭകളിലെ പെന്തക്കോസ്ത് സഭകളിലെ ശുശ്രൂഷകന്മാർ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. വാസ്തവത്തിൽ എന്നോട് ചില ആളുകൾ ചോദിച്ചു, ഇപ്പോൾ നടക്കുന്ന യുദ്ധം ലോകാവസാനത്തിൻ്റെ ആരംഭമാണോ എന്ന്. അതാണ് സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ കണ്ടാലും ഞാൻ ലോകാവസാനത്തോടുമോളം നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്തു. അവിടെ ലോകാവസാനം എന്നതിന് ആയിയോൺ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആയിയോൺ എന്ന ഗ്രീക്ക് വാക്കിന് എൻഡ് ഓഫ് ദി ഏജ്, യുഗാവസാനത്തോളം എന്നാണ് അർത്ഥം. നാം ജീവിക്കുന്ന യുഗം കൃപായുഗം അല്ലെങ്കിൽ സഭായുഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ യുഗങ്ങളെ 7 പ്രത്യേക പ്രവിശ്യകളായി വിഭജിച്ച് ഒരു പഠനം ബൈബിളിലുണ്ട്. ഈ യുഗപരമായ പ്രവിശ്യ പഠനം പല ആളുകളും സ്വീകരിക്കുന്നു, എന്നാൽ ഒരുപറ്റം ആളുകൾ അത് സ്വീകരിക്കാറില്ല. അതിൽ നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, മഹോപദ്രവ യുഗം, സഹസ്രാബ്ദ യുഗം എന്നിങ്ങനെ യുഗങ്ങളെ 7ആയിട്ടാണ് സാധാരണയായി തിരിച്ചിട്ടുള്ളത്. നിഷ്പാപയുഗം എന്ന് പറയുന്നത് ആദാമിൻ്റെ സൃഷ്ടി മുതൽ ആദം പാപം ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടമാണ്. പൂർണ്ണരൂപിയായ ഒരു മനുഷ്യനായി പ്രത്യുൽപാദന ശേഷിയുള്ള പുരുഷനും സ്ത്രീയുമായിട്ടാണ് ദൈവം ആദ്യ ദമ്പതികളെ സൃഷ്ടിച്ചത്. അവരെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ വയ്യ. സൃഷ്ടിച്ചത് മുതൽ മരിക്കുന്നവരെയുള്ള കാലഘട്ടം ഏതാണ്ട് 930 സംവത്സരം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ കാലഘട്ടം ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് മുതൽ അവന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് വരെയുള്ള സമയം, അത് മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ വർഷങ്ങളോ ആകട്ടെ, ആ കാലഘട്ടത്തെ ഈ നിഷ്പാപയുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാപം ചെയ്തത് മുതൽ നോഹയുടെ കാലം വരെയുള്ള കാലഘട്ടത്തെ ഈ മനസാക്ഷി യുഗം, മനുഷ്യന്റെ മനസാക്ഷിയിൽ ദൈവം ഏർപ്പെടുന്ന യുഗം എന്നാണ് അറിയപ്പെടുന്നത്. അത് ഏകദേശം 1900 വർഷങ്ങൾ പിന്നിടുന്നു.
അത് കഴിഞ്ഞാൽ മാനുഷിക ഭരണയുഗമാണ്. നോഹയുടെ കാലം ഒക്കെ വരുമ്പോൾ മാനുഷിക ഭരണയുഗത്തിലേക്ക് മാറ്റപ്പെടുന്നു. മാനുഷിക ഭരണയുഗം കഴിഞ്ഞാൽ അവിടെ മുതൽ അബ്രഹാം വരെയുള്ള കാലഘട്ടം നമ്മൾ മാനുഷിക ഭരണയുഗമായി കണക്കാക്കപ്പെടുകയും അബ്രഹാമിന്റെ കാലം മുതൽ വാഗ്ദത്ത യുഗം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ വാഗ്ദത്ത യുഗത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തതയാണ് വാഗ്ദത്ത യുഗം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ വാഗ്ദത്തം ചെയ്തത് അബ്രഹാമിന് 75 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അബ്രഹാമിന് 100 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവന് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ആ വാഗ്ദത്തം ഇസ്ഹാക്കിന്റെ ജനനത്തിൽ നിറവേറി. വാഗ്ദത്ത യുഗം എന്ന് പറയുന്നത് അത് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ വാഗ്ദത്തവും വാഗ്ദത്ത സന്തതികളുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണ യുഗമാണ്. ന്യായപ്രമാണ യുഗം സീനായി മുതലാണ് ആരംഭിക്കുന്നത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം സീനായിൽ നിന്ന് അവര് ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ ന്യായപ്രമാണം, അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതശൈലി, ന്യായപ്രമാണ യുഗം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ന്യായപ്രമാണ യുഗം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വരെ തുടരുന്നതായും ക്രൂശ് മരണത്തിൽ വെച്ച് ന്യായപ്രമാണ യുഗത്തിന് പര്യവസാനം സംഭവിക്കുന്നതായും നമ്മുടെ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ന്യായപ്രമാണ യുഗം കഴിഞ്ഞിട്ട് അടുത്തു വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷമുള്ളതാണ്. ക്രൂശ് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തെ കൃപായുഗം അല്ലെങ്കിൽ സഭായുഗം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സഭായുഗം എന്ന് പറയുന്നത് ഏകദേശം 2000 വർഷമാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. കണക്ക് കൂട്ടിയാൽ 2000 കഴിഞ്ഞിപ്പോൾ. അതിന് എത്ര കാലം തുടരും എന്നൊന്നും നമുക്കറിയാൻ വയ്യ. സഭയുടെ അംഗങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ കൃപായുഗം പര്യവസാനിക്കും. അതിനുശേഷം വരാൻ പോകുന്നതാണ് മഹാപീഡന യുഗം അല്ലെങ്കിൽ മഹോപദ്രവ യുഗം. അത് 7 വർഷക്കാലമാണെന്ന് പ്രവചനപഠിതാക്കൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, വെളിപ്പാട് പുസ്തകം ഇത്യാദി പുസ്തകങ്ങളുടെ ക്രമീകൃതമായ പഠനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ 7 സംവത്സരം കഴിഞ്ഞാൽ പിന്നെ പ്രവേശിക്കുന്നത് സഹസ്രാബ്ദ യുഗത്തിലേക്കാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയും അനുബന്ധ അനുഭവങ്ങളും. നിഷ്പാപ യുഗ കാലഘട്ടത്തിൽ പാപം മനുഷ്യനെ കണക്കിട്ടുന്നില്ല. മനസ്സാക്ഷി യുഗത്തിന്റെ കാലഘട്ടത്തിൽ മനസ്സാക്ഷിയുടെ പ്രമാണമനുസരിച്ച് ദൈവം മനുഷ്യനോട് ഏർപ്പെട്ടു വന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മാനുഷിക ഭരണയുഗമാണ്. മാനുഷിക ഭരണയുഗ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്നവന് വിശ്വാസത്താൽ രക്ഷ എന്നുള്ള ദൈവിക പ്രമാണം. അത് കഴിഞ്ഞാൽ വാഗ്ദത്തയുഗം, വരുവാനിരിക്കുന്ന വാഗ്ദത്ത സന്തതി ആത്യന്തികമായി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ ഉള്ള അവസരം. അവരെ ആ കാലഘട്ടം മുഴുവൻ യാഗം കഴിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘം. ഈ യാഗമെല്ലാം ഒടുവിൽ വെളിപ്പെടുവാനുള്ള ക്രിസ്തുവിന്റെ യാഗത്തിന്റെ കൃത്യമായ മാറ്റൊലി. അത് കഴിഞ്ഞാൽ കൃപായുഗം. ഈ കൃപായുഗ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാവപരിഹാര ബലിയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ആളുകൾ ഒന്നിച്ചുകൂടുന്നു. അവരെ സഭ എന്ന നിലയിൽ വിളിക്കപ്പെടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മഹാപീഡന കാലമാണ്. ഈ പീഡനകാലം ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത അധർമ്മികളായിരുന്ന യാക്കോബിന്റെ ഗ്രഹത്തോട്, അതായത് ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ ക്രോധം ചൊരിയുന്ന കാലഘട്ടമാണ് ഇത്. ഇതേ സംബന്ധിച്ച് വിഭിന്നമായ അഭിപ്രായങ്ങൾ വേദ പഠിതാക്കളുടെ ഇടയിലുണ്ട്. സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകും എന്ന് പഠിപ്പിക്കുന്ന പോസ്റ്റ് ട്രിംബുവാദികളും സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന പ്രീ ട്രിബ് വാദികളും ഈ വേർപെട്ട സഭാവിഭാഗങ്ങളിലുണ്ട്. അത് 7 സംവത്സരമാണ്. ആ 7 സംവത്സരത്തിന്റെ അവസാനത്തിൽ കർത്താവായ യേശു തൻ്റെ സഭയുമായി, പ്രതിഫലം പ്രാപിക്കപ്പെട്ട സഭയുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഒലിവുമലയിൽ തൻ്റെ കാല് ചവിട്ടുകയും അവിടെ നിന്ന് ഇറങ്ങി വന്ന യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ച് ഇസ്രായേലിനെ അനുകൂലിച്ചവരും അവരെ പ്രതികൂലിച്ചവരുമായിട്ടുള്ള ആളുകളെ ഇടത്തും വലത്തുമായി ചെമ്മരിയാടുകളെയും കോലാടുകളെയും പോലെ വേർതിരിച്ച് അവരെ യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ച് ന്യായം വിധിക്കുകയും വിധിയുടെ താഴ്വരയിൽ വെച്ച് അവർക്ക് അർഹമായത് നൽകുകയും
അതിനുശേഷം നമ്മുടെ കർത്താവായ യേശു ആ, എതിർ ക്രിസ്തുവുമായി പടവെട്ടി അവനെ തോൽപ്പിക്കുകയും മഷികയിക സാമ്രാജ്യം അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച സ്ഥാപിക്കുകയും ചെയ്യും. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന ഈ സഹസ്രാബ്ദ വാഴ്ചക്കാലം 1000 ആണ്ടത്തേക്ക് ഈ ഭൂമിയിൽ തുടരും. 1000 ആണ്ട് കഴിഞ്ഞ ശേഷമാണ് ശിഷ്യൻ ദുഷ്ടന്മാരായ ആളുകളുടെ ന്യായവിധി ഉണ്ടാകുന്നത്. അത് വെള്ള സിംഹാസനം വെച്ചാണ്. വെളിപ്പാട് പുസ്തകം 20:14 മുതലുള്ള വാക്യങ്ങൾ. ആ ന്യായവിധിയിൽ വെച്ച് ഭൂമിയുടെ ആരംഭം മുതൽ അതുവരെയുള്ള ഭൂമിയിലെ ദുഷ്ടന്മാരായി ജനിച്ച് ജീവിച്ച എല്ലാ ആളുകളുടെയും ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റ് വരികയും അവർ വെള്ളസിംഹാസനം മുമ്പാകെ നിൽക്കുകയും അവിടെ വെച്ച് വിസ്തരിക്കപ്പെടുകയും ന്യായം വിധിക്കപ്പെട്ട് നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും. 2 തെസ്സലോനിയയിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷയും സുവിശേഷ നിമിത്തം പീഡ അനുഭവിച്ചവർക്ക് രക്ഷയും നൽകുന്ന ഒരു മഹാ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയെക്കുറിച്ച് സൂചകമാണ്. അതിനുശേഷം ഈ സഹസ്രാബ്ദ അന്ത്യ ന്യായവിധിയും കഴിഞ്ഞ ശേഷം ഇപ്പോഴത്തെ ഭൂമിയും ഇപ്പോഴത്തെ ആകാശവും ഒഴിഞ്ഞു പോവുകയും പൊതുവാന ഭൂമികൾ പ്രത്യക്ഷമാകുകയും സഭയുമായി അല്ലെങ്കിൽ വിശുദ്ധന്മാരുമായി കർത്താവ് പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും അവിടുത്തെ കാലത്ത് എത്രയാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തില്ലാകിയാൽ അവിടെ പൊതുവാന ഭൂമിയിലെ നിവാസത്തിന് ശേഷം നിത്യതയിലേക്ക് മെർജ് ചെയ്യപ്പെടുകയും നിത്യതയിൽ ദൈവജനം ദൈവത്തോടെ സംബോധിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ഇനി വരുവാനുള്ള കാര്യങ്ങളുടെ സംഭവ അനുക്രമണിക വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഇടയിൽ സാധാരണയായി ഉണ്ടാകുന്ന വിഷയം ഇസ്രയേലിനോട് ബന്ധത്തിലും മധ്യപൗരസ്ത്യ ദേശത്തുള്ള ബന്ധത്തിലും ചലനാത്മകമായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ യുദ്ധമുണ്ടായാൽ ഉടൻ കർത്താവ് വരുന്നു എന്നുള്ള ഒരു പ്രസംഗ പരമ്പര സാധാരണയായി ഉണ്ടാകാറുണ്ട്. കർത്താവിന് ഇന്ന് വേണമെങ്കിൽ വരാം, നാളെ വരാം, അടുത്ത 10 കൊല്ലത്തേക്ക് ആ വരവ് പോസ്റ്റ്പോൺ ചെയ്യാം. ഇതൊന്നും നമുക്കറിയത്തില്ല. നാളും നാഴികയും നമുക്ക് അറിയുവാൻ വയ്യ. അത് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. അത് തൻ്റെ രഹസ്യത്തിൽ കർത്താവ് ചെയ്യുന്ന സമയമാണ്. തൻ്റെ സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാർ അവനോട് കേണപേക്ഷിക്കുമ്പോൾ പിതാവ് തൻ്റെ സ്വന്തം താല്പര്യത്തിൽ വെച്ചിരിക്കുന്ന സമയങ്ങളെയും കാലങ്ങളെയും ആരാഞ്ഞറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പിതാവായ ദൈവം വെച്ചിരിക്കുന്ന ആ സമയത്തെയും കാലത്തെയും കുറിച്ച് ഉള്ള അറിവ് നിങ്ങൾക്കുള്ളതല്ല എന്ന് മാത്രം കർത്താവ് പറഞ്ഞിട്ട് അത് പുത്രനും കൂടി അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായ ക്രിസ്തു അതറിയുന്നില്ല, ദൈവമായ ക്രിസ്തു അതറിയുകയും ചെയ്യുന്നുണ്ട്. അത് വെളിപ്പെടുത്തുവാൻ പിതാവ് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം, അതായത് അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത സേനയുടെ ഇറാന്റെ മേലുള്ള ഈ ആക്രമണം കർത്താവിന്റെ വരവിന്റെ ഒരു പ്രതിധ്വനിയാണോ എന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അപ്പൊ ഇതുപോലെയുള്ള വലിയ സംഭവ വികാസങ്ങൾ ചരിത്രത്തിൽ എത്രയോ തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 49 വർഷം മുമ്പ് വേർപെട്ട വിശ്വാസത്തിലേക്ക് വരുന്ന നാളുകൾ, എൻ്റെ ബാല്യം മുതൽ ഞാൻ ഈ പ്രവചനപരമായ പല പ്രസംഗങ്ങളും പല ദൈവദാസന്മാരുടെയും കേട്ടിട്ടുണ്ട്. ആ പ്രസംഗങ്ങളിലെല്ലാം ഉടൻ കർത്താവ് പ്രത്യക്ഷനാകുന്നു എന്നുള്ള നിലയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് ഈ 20-21 നൂറ്റാണ്ടിലെ പ്രസംഗങ്ങൾ മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന 1-ാം നൂറ്റാണ്ടിലെ ആദ്യ യാമങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇമിനന്റ് കമ്മിങ്, ശീഘ്ര പ്രത്യക്ഷതയെക്കുറിച്ച് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, അങ്ങനെ നിങ്ങളൊരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. തങ്ങൾ വിശ്വസിച്ച തങ്ങളുടെ രക്ഷാനായകനായ യേശു ക്രിസ്തു തങ്ങൾ ജീവിക്കുന്ന ആ കാലയളവിൽ തന്നെ വരികയും തങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കുകയും ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയായിരുന്നു ഓരോ
ക്രിസ്തീയ വിശ്വാസിക്കും 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ആദ്യ ദിനങ്ങൾ മുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു വരുമെന്നുള്ള പ്രത്യാശ കഴിഞ്ഞ 21 നൂറ്റാണ്ടിലും നിതാന്ത പ്രത്യാശയായി ദൈവസഭ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഈ അന്ത്യകാലമായപ്പോൾ അന്ത്യകാല ലക്ഷണങ്ങൾ പലതും അവിടെ ഇവിടെയായി വെളിപ്പെട്ടു വരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ അതിന്റെ 11-ാം അധ്യായത്തിൽ വിദൂരഭാവിയിൽ മഹാപീഡന കാലത്ത് കർത്താവിന്റെ 2 സാക്ഷികളായി ദൈവത്തിന്റെ ആലയത്തിലെ 2 ഒലിവ് വൃക്ഷങ്ങൾ എന്ന നിലയിൽ മഹാപീഡന കാലത്തിന്റെ മധ്യത്തിൽ ഇസ്രായേലിലെ യെരുശലേമിൽ നഗരികളിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന കർത്താവിന്റെ 2 സാക്ഷികളായ ഒലിവ് വൃക്ഷങ്ങൾ. ഈ 2 സാക്ഷികളെയും എതിർ ക്രിസ്തു കൊല്ലും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കൊല്ലുമെന്ന് മാത്രമല്ല, അവരുടെ ഭൗമശരീരം സംസ്കരിക്കാൻ അനുവദിക്കാതെ വണ്ണം അത് യെരുശലേമിന്റെ വീഥികളിൽ കിടക്കും. ചില ദിവസങ്ങൾ തന്നെ അവിടെ കിടക്കുന്നു. അങ്ങനെ കിടക്കുന്ന ആ ശരീരം, അതായത് ഈ യെരുശലേമിന്റെ രാജവീതിയിൽ എതിർ ക്രിസ്തുവിന്റെ വാളിനാൽ വെട്ടപ്പെട്ട് കൊല്ലപ്പെട്ടവരായി കിടക്കുന്ന ഈ 2 സാക്ഷികളുടെ മൃതശരീരം ലോകത്തിലെ സകല വംശങ്ങളും ജാതികളും അവരെ കാണും എന്നാണ് എഴുതുന്നത്. ഒരു 40 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പ്രസംഗം ചെയ്താൽ അത് പ്രായോഗിക തലത്തിൽ എപ്രകാരം ലോകത്തിലെ സകല ജാതികൾക്കും ഇത് കാണാൻ ഒരു സമയത്ത് കഴിയും എന്നുള്ളത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1980 ആദ്യ യാമം മുതലാണ് ടെലിവിഷൻ വ്യാപകമായി ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാകാൻ തുടങ്ങിയത്. ഇവിടെ ഉണ്ടായപ്പോൾ ആദ്യം ആകാശത്തേക്ക് പൊക്കി ഉയർത്തുന്ന ആന്റീനയിൽ കൂടി ലഭിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ സംപ്രേഷണമായിരുന്നു നമുക്ക് ലഭിച്ചത്, ദൂരദർശനമൊക്കെ ലഭിച്ചത്. പിന്നീടാണ് ഇന്നത്തെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്, ടെക്നിക്കൽ ഇമ്പ്രൂവ്മെന്റ്, ടെക്നിക്കൽ ഡെവലപ്മെന്റ്സ്. അതുപോലെ തന്നെ ഈ ഇന്റർനെറ്റിന്റെ സംവിധാനമൊക്കെ സമീപകാലത്താണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. വാസ്തവത്തിൽ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിക്കപ്പെട്ടു, അത് വ്യാപകമായൊക്കെ വന്നു. 1990കളൊക്കെ ആയപ്പോഴത്തേക്ക് മിക്കവാറും ഓഫീസുകളിലൊക്കെ കമ്പ്യൂട്ടറൊക്കെ ആയി. എങ്കിലും ലോകവ്യാപകമായി നടക്കുന്ന സംഭവ വികാസങ്ങളെ ഫിംഗർ ടിപ്സിൽ നമുക്ക് ലോകത്തിന്റെ ഏത് അറുതിയിൽ നടക്കുന്നതും കാണാൻ സാധിക്കുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്റർനെറ്റ് ശൃംഖല വഴിയാണ്. ഇപ്പം UAE ആകാശമാർഗേന പറന്നു പോകുന്ന ഇറാനിയൻ മിസൈലുകളെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം അത് ആകാശത്ത് തന്നെ തകർത്തിട്ട് അതിൻ്റെ ഡെബ്രീസ് അന്തരീക്ഷത്തിലൂടെ ചിതറി വീഴുന്ന കാഴ്ച കേരളത്തിലേക്ക് നമുക്ക് അവിടെ ചെന്ന് കാണുന്നേക്കാൾ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഇതെങ്ങനെ സാധിക്കുന്നു? അത് കാണാൻ സാധിക്കുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെയാണ്. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ, നൂതന സംവിധാനങ്ങൾ ഇതെല്ലാം അന്ത്യകാലത്ത് ശീഘ്രമായി രംഗപ്രവേശം ചെയ്യുമെന്നും അതിൻ്റെ ആത്യന്തിക ഫലമായി ഈ പറയപ്പെട്ട നിലയിലുള്ള വലിയ വികാസ പ്രക്രിയകൾ ഉണ്ടാകുമെന്നും വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ വ്യാപകമായ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നവരെ ആ തലമുറയിലെ ആളുകൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. 1903 റൈറ്റ് ബ്രദേഴ്സ് എയർപ്ലെയിൻ കണ്ടുപിടിച്ചു. പിന്നീട് അതിനെ യാത്രാ സൗകര്യമാക്കി ഡെവലപ്പ് ചെയ്ത് വിവിധ രാജ്യങ്ങൾ എയർപോർട്ടുകൾ നിർമ്മിച്ച് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് ആകാശത്തോടെ പക്ഷികളെ പോലെ പറന്നു പോകുന്ന സംവിധാനം ലോകത്ത് വരുന്നതിന് മുമ്പുള്ള ഒരു തലമുറയോടെ വിമാനയാത്രയെക്കുറിച്ച് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനോ അത് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുമായിരുന്നില്ല. ടെക്നോളജി വികാസം പ്രാപിക്കുന്നതനുസരിച്ച്, ശാസ്ത്രം വികാസം പ്രാപിക്കുന്നതനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്റർനെറ്റ് എല്ലാം ഈ നിലയിൽ ലോകവ്യാപകമായി. വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അന്ത്യകാലഘട്ടം എന്ന് തന്നെ പറയാം. അതായത് ഇനിയും മനുഷ്യന്റെ ബുദ്ധിക്ക് ഏതെങ്കിലും നിലയൊരു വികാസം സംഭവിക്കാനുണ്ടെങ്കിൽ ജീവന്റെ സൃഷ്ടിപ്പും മരണത്തിന് വിരോധമായ ഒരു വാക്സിനും മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും മാത്രമേ ഇനിയും കണ്ടുപിടിക്കാനുള്ളൂ. ബാക്കിയുള്ളതെല്ലാം
1300 ഗ്രാം തൂക്കമുള്ള തലച്ചോറുള്ള മനുഷ്യൻ മിക്കവാറും കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതെല്ലാം മനുഷ്യന് ഇപ്പോൾ വിരൽത്തുമ്പിൽ ലഭിക്കുകയും ചെയ്യും ഇൻഫോർമേഷൻസ് ഉണ്ട്. ഏതായാലും ഒരു വസ്തുത ഞാൻ പറയട്ടെ. ഇപ്പോൾ നടക്കുന്ന ഇറാൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം ഇതൊന്നും കർത്താവിൻ്റെ വരവിൻ്റെ നാളെ രാവിലെ സംഭവിക്കും എന്നുള്ളതിൻ്റെ അടയാളമൊന്നുമല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ത്യകാലത്തോട് നാം അടുക്കുന്നു എന്നുള്ളത് അത് നമ്മെ വിളിച്ചറിയിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ ഇസ്രായേലിനെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ഒരു ഭാരമുള്ള കല്ലായി വയ്ക്കും, അതിനെ ചുമക്കുന്നവരൊക്കെയും മുറിവേൽക്കപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ് ദൈവം ലോകത്തിന്റെ കടികാരം ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളൊന്നായ ഈ രാജ്യം വാസ്തവത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത അജയ്യ ശക്തിയായി നിൽക്കുകയാണ്. അങ്ങനെയാണ് തീരാത്ത യുദ്ധങ്ങളും തോരാത്ത രക്തച്ചൊരിച്ചിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാളുകൾ ഇന്ന് രാത്രി ചിലപ്പോൾ സംഭവിച്ചില്ല എങ്കിലും അത് അധികം വിദൂരമല്ല എന്ന് പ്രത്യാശിക്കാനുള്ള വക ഇതൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും രക്തച്ചൊരിച്ചിലുകളും മരണങ്ങളും സാംക്രമിക രോഗങ്ങളും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളും ആകാശമണ്ഡലത്തിലും സമുദ്രമണ്ഡലത്തിലും വായുമണ്ഡലത്തിലും കരയിലും എല്ലാം വലിയ പ്രതിഭാസങ്ങളും ഒക്കെ അരങ്ങേറുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ പ്രവാസം തീരാറായി, കർത്താവിൻ്റെ വരവും ഏകദേശമൊക്കെ സമീപമായി. എന്നാൽ ഒരു വസ്തു ഞാൻ പറയും, ഇത് എപ്പോൾ സംഭവിക്കുമെന്ന്. ഈ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടാനുള്ള ഏറ്റവും ഒടുവിലത്തെ പാപിയും കൂടെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, അതായത് കാഹളം ധ്വനിക്കുകയും മരിച്ചവർ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും അവരോടൊരുമിച്ച് ആകാശമേഖലയിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയും നാം നോക്കിപ്പാർക്കുന്നതും കർത്താവിൻ്റെ പ്രത്യാഗത്തിന് വേണ്ടിയാണ്. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ കന്മഷങ്ങളും മാനസിക സംഘർഷങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ട് പലപ്പോഴും വേദനയിൽ മുമ്പോട്ട് എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവെ ഇന്നങ്ങ് വന്നിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മിൽ അനേക ആളുകളും അത് ആഗ്രഹിക്കുന്നു. ഈ തലമുറ വാസ്തവത്തിൽ സ്വർണം ഇടാമോ ഇടാൻ പറ്റത്തില്ലയോ, വർജിക്കണോ വർജിക്കണ്ടായോ, സഭാ മഹാബലിൽ കൂടി പോകുമോ പോകത്തില്ലയോ, പിന്നെ അന്യഭാഷ ഉണ്ടോ ഇല്ലയോ, പ്രവചനമുണ്ടോ ഇല്ലയോ ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയാലും തമ്മിൽ തല്ലി തല കീറേണ്ട കാലഘട്ടമല്ല. മറിച്ച് സകലവും ത്യജിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ചില ആത്മാക്കളെ നേടുവാനുള്ള നെട്ടോട്ടത്തിൽ വ്യാപൃതരായിത്തീരുകയും സുവിശേഷം കൊണ്ട് ചെല്ലയെങ്കിലും തീർന്ന് വലിച്ചെടുക്കുവാനായി ശ്രമിക്കുകയും കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുകയാണ് ആവശ്യം. വിശുദ്ധ വേദോസം പറയുന്നു, ഇത് അരുളി ചെയ്യുന്നവൻ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്ന് പറയുന്നു. അവിടെ വെളിപ്പാട് ദിവസം അവസാനിക്കുമ്പോൾ കേട്ട യോഹന്നാൻ പറയുന്നത് ആമേൻ യേശുവെ വരേണമേ എന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ഓരോ ആരാധന ദിവസങ്ങളും ഓരോ കൂട്ടായ്മ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുദിന ദിവസങ്ങളും കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി വാഞ്ചിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നല്ല പോർപ്പെടുകയും വിശ്വാസം ത്യജിക്കാതെ കർത്താവിന് പ്രയോജനം വരാൻ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഈ സൺഡേ സന്ദേശം, അതായത് ഞായറാഴ്ചത്തെ ഈ സന്ദേശം, അതിൻ്റെ 7ാമത്തെ എപ്പിസോഡ് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.